എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഡാലിയ വിജയകുമാറിന്റെ മുണ്ടൻമുടിയിലേക്കുള്ള അവസാനത്തെ ബസ് എന്ന ചെറുകഥാ സമാഹാരമാണ്. 9 ചെറുകഥകളാണ് ആ ബുക്കിലുള്ളത്. ആദ്യത്തെ കഥയുടെ പേര് മാധവിയമ്മയുടെ വീട്. മാധവിയമ്മയുടെ വീട് ഇക്കാലത്ത് പ്രസക്തിയുള്ള ഒരു കഥയാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വീടിന്റെ ആത്മകഥമാണ് മാധവിയമ്മയുടെ വീട്. ഇക്കാലത്ത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ സർവ്വസാധാരണമാണ്. ആളുകൾ പഴയ വീടുകൾ ഉപേക്ഷിച്ച് നഗരങ്ങളിൽ പോയി ചേക്കേറുന്നു. പിന്നെ പുതിയ വീടുകൾ തന്നെ ആളുകൾ വിദേശത്ത് കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺക്രീറ്റ് വനമായി തന്നെ മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. അത്തരം ഒരു സാഹചര്യത്തിൽ കഥാകാരിയുടെ ഈ കഥയുമായുള്ള പോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും വീടുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവ പ്രതിഷേധിച്ചേനെന്ന്. അത്തരം ഒരു കഥയാണിത്. മാധവിയമ്മ മരിച്ചു പോയിട്ട് 3 വർഷമായി. മാധവിയമ്മയുടെ വീട് ഒഴിഞ്ഞു കിടക്കുന്നത് വിൽക്കാനായിട്ട് മക്കൾ നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ബ്രോക്കർ ഒരു ഭാര്യയും ഭർത്താവിനെയും 2 കുട്ടികളെയായിട്ട് വരുന്നുണ്ട്. കുട്ടികൾ ആ വീട്ടിൽ കളിച്ച് നടക്കണമെന്നാണ് വീട് ആഗ്രഹിക്കുന്നത്. ബ്രോക്കറും അവരും പോയതിനു ശേഷം വീട് അവര് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവര് വരുന്നില്ല. വീട് ചെതല് നിന്ന് തുടങ്ങുന്നു. ഇതൊരു ആശങ്കയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന ഈ വീടുകളെ കുറിച്ചുള്ള ആശങ്കയാണ് കഥാകാരി നമ്മളോട് പങ്കിടുന്നതും. അതിനു വേണ്ടിയിട്ട് ശബ്ദിക്കുകയാണ് കഥാകാരി ചെയ്തിരിക്കുന്നത് ഇക്കഥയിൽ. രണ്ടാമത്തെ കഥയാണ് ഒറ്റയ്ക്ക് യാത്ര പോകുന്നവർ. ഭാര്യ മരിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയ വൃദ്ധൻ സ്വന്തം വീട്ടിൽ മരിച്ചു കിടക്കുന്നത് വേറൊരു വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടി കാണുകയാണ്. ആ കുട്ടിക്ക് മാത്രമേ അത് മനസ്സിലാകുന്നുള്ളൂ. വേറെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇവിടെ ഒറ്റപ്പെട്ട ബാല്യത്തെയും ഒറ്റപ്പെട്ട വാർദ്ധക്യത്തെയാണ് കഥാകാരി കാണിക്കുന്നത്. മൂന്നാമത്തെ കഥയാണ് സമാന്തരങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് യൗവനം ഹോമിച്ച ഒരു മനുഷ്യന്റെ കഥയാണ് സമാന്തരങ്ങൾ. പെങ്ങന്മാരുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിനിടയിൽ സ്വന്തം വിവാഹം നടത്താതെ അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അവസാനം എല്ലാ പെങ്ങന്മാരുടെയും വിവാഹം കഴിഞ്ഞപ്പം വീതം വെച്ച് കിട്ടണം എന്നുള്ള ആവശ്യമായി. അപ്പോൾ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും തനിക്ക് കറിവേപ്പിലയുടെ സ്ഥാനമാണെന്നും മനസ്സിലാക്കുകയും ചെയ്ത് വീട് വിട്ടുപോകുന്ന ഒരാളാണ് അയാൾ. പോകുന്ന വഴിക്ക് കാമുകയും കൂടി ഉപേക്ഷിച്ചിട്ടാണ് അയാൾ പോകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താകുമെന്ന് കാണിച്ചു തരുന്ന ഒരു കഥയാണ് സമാന്തരങ്ങൾ. നാലാമത്തെ കഥയാണ് പുറകിൽ നിന്ന് വായിക്കേണ്ട അക്ഷരങ്ങൾ. ആംബുലൻസ് ഡ്രൈവറായ ഒരാളുടെ കഥയാണ്. അതാണ് ഈ പുറകിൽ നിന്നുള്ള വായിക്കുന്ന അക്ഷരങ്ങൾ എന്ന് കാണിച്ചിരിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവറായ ഒരാളുടെ മകള്, അമ്മ മരിച്ചുപോയ കുട്ടിയെ അയാൾ വളർത്തി. അമ്മയും മുത്തശ്ശിയും അയാളും കൂടെയാണ് വളർത്തുന്നത്. ആ കുട്ടി വലുതാകുമ്പോൾ, ഇപ്പോഴത്തെ കാലത്തും ഏത് കാലത്തും കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവരുടേതായ വഴികളിൽ വഴിതെറ്റി പോകുന്നു. അങ്ങനെ ഏതൊക്കെയോ വഴികളിൽ കൂടെ സഞ്ചരിച്ച് മയക്കുമരുന്നിനും മറ്റും അടിമയായി ഏതോ ലോഡ്ജിലൊക്കെ ചെന്നുപെട്ട് മരണത്തിന്റെ വക്കിലെത്തിയ സ്വന്തം മകളെക്കുറിച്ചാണ് ആംബുലൻസ് ഡ്രൈവർ ഓർക്കുകയാണ്. വേറൊരു കുട്ടിയെ കൊണ്ട് ആംബുലൻസിൽ പോകുമ്പോൾ അപ്പോൾ ആ മാനസികാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ അയാൾക്കൊരു ഫോൺ വരുന്നുണ്ട്. മറ്റേ കുട്ടിയെ സമയത്ത് അവിടെ എത്തിക്കുകയും അയാൾക്ക് ഫോൺ വരുന്നുണ്ട്. അയാളുടെ മകൾ കണ്ണു തുറന്നു എന്നൊക്കെ പറഞ്ഞു. പ്രത്യാശയുടെ ഒരു കിരണമുണ്ട്. പക്ഷെ ഇത് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ വഴിതെറ്റി, നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയിട്ടും അവർ വഴിതെറ്റി പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന്, മറ്റുള്ളവർ എങ്ങനെയാണെന്ന് കുട്ടികളെ ചൂഷണം ചെയ്യുന്നതും എങ്ങനെയാണ് മാതാപിതാക്കൾ അതറിയാതെ പോകുന്നതെന്നും എല്ലാ കാലഘട്ടത്തിലുമുള്ള ഒരു സംഭവമാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളുടെ ആശങ്കയും യുവത്വം വഴിതെറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു കഥ. അഞ്ചാമത്തെ കഥയാണ് രൗദ്രമേഘങ്ങൾ. ഇത് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയാണ്. ഒരു ബംഗാളി അന്യസംസ്ഥാന തൊഴിലാളികളുടെ കഥയാണ് ഇത് പറയുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളോട് ഉൾപ്പെട്ട ഒരു കഥയാണ് പറയുന്നത്. അതായത് പാലം പണിക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയുമായിട്ട് ആ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി, അവർ തമ്മിലൊരു മൗന പ്രണയത്തിലാകുന്നുണ്ട്. അപ്പൊ പ്രണയത്തിലായി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആ യുവാവ് അവളുടെ അമ്മയെ ചെന്ന് കണ്ട് അവളെ കൂടെ കൊണ്ടുപോകുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി പോകാനിരിക്കുമ്പോൾ ആരോ ആ പെൺകുട്ടിയെ അമ്മയും കൊല ചെയ്യുകയാണ്. അവിടെ ചെന്നത് കാരണം പോലീസ് നായയൊക്കെ വന്നിട്ട് ഈ പയ്യനാണ് കൊന്നതെന്ന് തെറ്റിദ്ധരിച്ച് ഇവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം പൊതുവെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അന്യസംസ്ഥാനത്തുള്ള ആൾക്കാരോടും നമുക്കൊരു മലയാളിയുടെ മനോഭാവത്തെ കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സന്ദർഭവശാൽ പയ്യൻ ഇവിടെ പ്രശ്നത്തിൽ പെടുന്നുണ്ടെങ്കിൽ പോലും അല്ലാതെ തന്നെയും നമ്മുടെ മനോഭാവവും കൂടെ ഈ കഥയില് കഥാകാരി എടുത്ത് കാണിക്കുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അന്യസംസ്ഥാന തൊഴിലാളികളോടുമുള്ള ഒരു മനോഭാവം. നിഷ്കളങ്കമായ ഒരു പ്രണയം കാരണം
ചെന്നപ്പെട്ട ആ പയ്യൻ സ്വയം പ്രശ്നത്തിൽപ്പെടുകയാണ്. അതോടൊപ്പം ആ നിഷ്കളങ്കയായ പെൺകുട്ടിയെ അവളുടെ അമ്മയും ആരോ ഉപദ്രവിച്ചു. അതാരാണെന്ന് കണ്ടെത്താനും കഴിയുന്നില്ല. ഇത്തരം നിസ്സഹായമായ സാഹചര്യങ്ങൾ ലോകത്ത് അല്ല ഭൂമി നടക്കുന്ന കാര്യം കഥാകാരി എടുത്തു കാണിക്കുന്നുണ്ട്. ആറാമത്തെ കഥയാണ് രണ്ട് നിഴലുകൾ. ഇത് ഒരു വ്യത്യസ്തതയുള്ള കഥയാണ്. ഒരു പെൺകുട്ടി ടൗണിൽ പോയിട്ട് വൈകുന്നേരം 6 മണിക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അവളുടെ പുറകെ 2 പേര് വരുന്നതായിട്ട് അവൾക്ക് തോന്നുകയും തിരിഞ്ഞു നോക്കാൻ പേടിച്ച് അവളിങ്ങനെ ഓടി ഓടി പോവാണ്. അപ്പം അവർ പിന്തുടരുന്നുണ്ട്. അപ്പം അവരാരാണ്, എന്താണ് പിന്തുടരുന്നതെന്നൊക്കെയുള്ള ആശങ്ക. എന്നിട്ട് വീട്ടിലെത്തും വരെയും ഇവള് തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ പോവാണ്. വീട്ടിലെത്തിക്കുമ്പോൾ എത്താറാകുമ്പോൾ ഇവൾ ആലോചിക്കുന്നുണ്ട്, എൻ്റെ പേരൻസ് അച്ഛനും അമ്മയും എന്നെ തിരക്കിയ പോലും ഇല്ലല്ലോ, എന്നെ ഒന്നും അന്വേഷിച്ച് പോലും വന്നില്ലല്ലോ എന്ന്. അങ്ങനെ വീട്ടിലോട്ട് ഓടി അവരെന്തോ ലാസ്റ്റ് വിളിക്കുന്നത് പോലെ തോന്നുമ്പോഴത്തേക്ക് ഓടി ചെല്ലുമ്പോൾ വീട്ടിന്റെ നടക്കലിൽ കയറി അവിടെ ഇരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 2 പേര് കയറി വരുന്നതാണ്. അവർ 2 പേരും കയറി വരുന്നതാണ്. അപ്പോൾ വിചാരിക്കും ഇവരെൻ്റെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞ് അലറി കരഞ്ഞുകൊണ്ട് ഓടി വീഴാൻ പോകും. അപ്പോൾ പുറകിൽ നിന്ന് അമ്മയുടെ സൗണ്ട് കേട്ടു. അപ്പോൾ ശരിക്കും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ് ആ പെൺകുട്ടിയെ പിന്തുടർന്ന് വന്നത്. സ്വന്തം അച്ഛനും അമ്മയാണ് പിന്തുടർന്ന് വന്നത്. എന്നിട്ട് ആ പെൺകുട്ടിക്ക് അപ്പോൾ ഒരു ചമ്മലൊക്കെ തോന്നും. അതായത് ശരിക്കും കാണിക്കുന്നത് നമ്മുടെ അരക്ഷിതാവസ്ഥയും നമ്മുടെ മാതാപിതാക്കളോട് നമ്മളോട് കരുതലും. നമ്മളെ പിന്തുടരുന്ന നിഴലിനെ പോലും നമുക്ക് ഭയമാണ്. നമ്മുടെ മാതാപിതാക്കളാണെന്ന് പോലും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയത്തില്ല. ഇവിടെ മാതാപിതാക്കളാണ് പിന്തുടർന്ന് വരുന്നത്. അവർ കരുതലോടെ മുമ്പേ പോകുന്ന മകൾക്ക് കരുതലായിട്ട്, അവരും യാത്ര കഴിഞ്ഞ് വന്നതാണ്, കരുതലായിട്ട് വരും. അതറിയാതെ എന്തിനേയും ഏത് നിഴലിനെയും നമ്മൾ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകം ആണ് ഇത്. സ്വന്തം മാതാപിതാക്കളാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, നമുക്ക് സംശയത്തിന്റെ നിഴലിൽ ആരെയും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന കുറച്ച് സംഘർഷഭരിതമായിട്ടുള്ള ഒരു കഥയാണ്. എന്നാൽ ആ സംഘർഷത്തില് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഒരു സൈക്കോ ത്രില്ലർ പോലൊരു കഥയാണ് രണ്ട് നിഴലുകൾ. 7ാമത്തെ കഥയാണ് മുണ്ടൻമുടിയിലേക്കുള്ള അവസാനത്തെ ബസ്. ഇത് വളരെ മനോഹരമായ ഒരു കഥയാണ്. ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കഥാകാരിയുടെ തന്നെ അനുഭവമാണെന്ന്. അത്രയ്ക്ക് മനോഹരമായിട്ട് ആണ് ഈ കഥ എഴുതിയേക്കുന്നത്. ഇതില് ഒരു സീതാലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ കുട്ടിയായ സീതാലക്ഷ്മിയുടെ പെർസ്പെക്റ്റീവിലാണ്, വീക്ഷണകോണിലാണ് കഥ നമ്മളോട് പറയുന്നത്. അതായത് ബാല്യത്തില് വീട് ഉപേക്ഷിച്ച് പോകുന്ന അമ്മയുടെയും മകളുടെയും കഥ. അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ വീക്ഷണത്തിൽ കൂടെ അത് പറയുമ്പോൾ ആ കുട്ടി ആ കഥ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് അത് വളരെ മനോഹരമായിട്ട്, അത് കരളലിയിക്കുന്ന പൊള്ളുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ ഉള്ളൊരു കഥ. അങ്ങനെ എന്നിട്ട് അമ്മ വിളിച്ചോണ്ട് പോകുന്ന കുട്ടിയെ അനാഥരായി പോകുമ്പോൾ കുട്ടിയെ ഉപേക്ഷിച്ച് അമ്മ പോവുകയാണ്. അമ്മ മരണത്തിലേക്കാണ് പോയതെന്നാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് നമ്മുടെ അടുത്ത് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ടൻമുടിയിലേക്ക് വീണ്ടും പോകാൻ, മുണ്ടൻമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാനിരിക്കുകയാണ് സീതാലക്ഷ്മി. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ വേറൊരു കുട്ടിയെ അമ്മ ഉപേക്ഷിക്കുന്നുണ്ട്. അത് ദേഷ്യപ്പെട്ട് ഉപേക്ഷിച്ച് പോകുന്നതാണ്. ഒരുപക്ഷെ അവരുടെ സാഹചര്യം കൊണ്ടുകൂടി ആയിരിക്കാം. ആ കുട്ടി സീതാലക്ഷ്മിയിൽ വന്ന് അഭയം പ്രാപിക്കുമ്പോഴാണ് സീതാലക്ഷ്മിക്ക് സ്വന്തം അനുഭവം ഇങ്ങനെ ഓർത്ത് പറയുന്നത്. ആ സ്വന്തം പൊള്ളുന്ന അനുഭവം ശരിക്കും നമുക്ക് വായനക്കാരനെ ശരിക്കും മനസ്സ് പൊള്ളിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഡാലിയ പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ കഥയാണ് ചിലത് പറയാൻ കാത്തുവച്ച ഒരാൾ. സാഹചര്യങ്ങൾ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ, ഒരു കഥയിൽ പറഞ്ഞ പോലെ യൗവനം മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിച്ചു എന്ന് പറഞ്ഞ പോലെ പെങ്ങന്മാരുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ, ഒരു അധ്യാപകന്റെ കഥയാണ് ഈ പറയുന്നത്. ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം കഴിക്കുക. അതും വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നാട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ഒരു പ്രമാണിയുടെ മകളെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പം ആ പ്രമാണിയേക്ക് അടിപ്പെട്ട് കഴിയേണ്ട അവസ്ഥ വന്ന ഒരു മനുഷ്യന്റെ കഥ. അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ടി വന്ന ഒരാളുടെ കഥയാണ് പറയുന്നത്. അയാൾക്ക് അയാളുടെ ഭാര്യയോട് ഇഷ്ടം തോന്നത്തക്ക രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ല അവരുടെ രീതികൾ. അപ്പൊ അതും ഒക്കെ അയാളിൽ ഉണ്ടാക്കുന്നൊരു നിരാശ. ഈ കഥയ്ക്ക് ശരിക്കും 2 തലമുണ്ട്. ഒന്ന്, അയാളെ അടിച്ചമർത്തി വെച്ചിരുന്ന അയാളുടെ ഭാര്യാപിതാവ്. ഭാര്യയ്ക്കും അയാളുടെ ഭാര്യാപിതാവിനെ അനുസരിച്ച് നിൽക്കണമെന്നുള്ളൊരു താല്പര്യം. അയാൾ ഒരുപാട് കഴിവൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അയാൾ വളരെ നിശബ്ദനായിട്ട് അവിടെ ഒതുക്കപ്പെട്ട അയാളുടെ ഒരു ജീവിതം.
സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്ക് വിവാഹം കഴിക്കേണ്ടി വന്ന ആ ഒരു ജീവിതം. ഇനി ആ ആള് തന്നെ പറയുന്നുണ്ട് അയാളുടെ ഭാര്യയെക്കുറിച്ച്. ആ ഭാര്യയെക്കുറിച്ച് പറയുന്നത് ഭാര്യയ്ക്ക് വൃത്തിയില്ല, ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭാര്യയുടെ പെരുമാറ്റവും രീതികളും ഒന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഭാര്യയ്ക്ക് അയാളോട് സ്നേഹമുണ്ട്, അത് അയാൾ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഭാര്യ അത്ര പോരാ എന്ന ഒരു സങ്കല്പം കൂടെ വരുന്നുണ്ട്. അപ്പൊ അത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അയൽവക്കത്ത് വീട്ടിലൊരു അടുത്ത കാലത്ത് വിവാഹം കഴിച്ച രണ്ടുപേരും വന്ന് കഴിയുകയും അവരുടെ പുതുമോടിയിലുള്ള ജീവിതവും അവര് സ്ത്രീ ഗർഭിണിയായതിനു ശേഷം കുട്ടി ഉണ്ടായതിനു ശേഷം ഇയാളുടെ ഭാര്യയുടെ കൂട്ടുള്ള ഒരു മാറ്റം ആ സ്ത്രീയിലും കാണുന്നതും പറയുന്നുണ്ട്. 9ാമത്തെ കഥയാണ് ഭയത്തിന്റെ അതിരിലെ കാവൽക്കാരൻ. ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ അവരെ എങ്ങനെയാണ് സമൂഹം കാണുന്നത്. നേരത്തെ പറഞ്ഞ ബംഗാളിയുടെ കഥ പോലെ തന്നെ ഒരു സംഭവമാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. ഇത് ഒരു ശ്മശാന സൂക്ഷിപ്പുകാരനെ കുറിച്ച് മുത്തശ്ശി പറയുന്ന കഥയിലെ ശ്മശാന സൂക്ഷിപ്പുകാരന്. ഇപ്പോൾ രാത്രിയിൽ ഒരു പെൺകുട്ടിയെ രണ്ട് ആണുങ്ങൾ ഓടിച്ചു കൊണ്ടുവരുമ്പോൾ ശ്മശാന സൂക്ഷിപ്പുകാരൻ അവളെ രക്ഷിക്കുകയും നാട്ടുകാർക്ക് എല്ലാവർക്കും പേടിയുള്ള ശ്മശാന സൂക്ഷിപ്പുകാരനോടുള്ള പേടി അവൾക്ക് പോവുകയും അയാൾ അവളെ തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുകയും അയാൾ ആരാണെന്ന് അവൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ശ്മശാനം നൽകിയ പേരാണ് എനിക്കുള്ളതെന്ന് അയാൾ പറയുന്നുള്ളൂ. അപ്പം പകൽമാന്യന്മാരായിട്ടുള്ള ആൾക്കാരും എന്നാൽ ഇത്തരം ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ എത്ര ഭേദമാണ്, അല്ലെങ്കിൽ അവരിൽ നന്മയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മുത്തശ്ശി കഥയുടെ രൂപത്തിലാണ് ഇത് പറയുന്ന ഒരു മുത്തശ്ശി പറയുന്ന കഥയായിട്ടാണ് ഇത് നമ്മളിത് പറയുന്നത്. പക്ഷെ കഥാകാരി മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽമാന്യന്മാരെക്കാൾ എത്രയോ മേളിലാണ് രാത്രിയുടെ കാവൽക്കാരായ മനുഷ്യർ എന്നാണ് പറയുന്നത്. മാലാഖമാരുടെ സ്ഥാനം പോലെയാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഈ കഥകളിൽ മിക്ക കഥകളിലും ഒരു നിശബ്ദ സാന്നിധ്യമായിട്ട് പുഴ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഡാലിയയുടെ കഥകളിലുണ്ട്. കഥ പറയുന്നതിൽ ഒരു ഒതുക്കമുണ്ട്. ഒരുപാട് അതിഭാവുകത്വം നിറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വളരെ ലളിതമായ ഭാഷയിൽ വ്യത്യസ്തമായ കഥകൾ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് ഡാലിയ എന്നാണ് നമുക്ക് ഈ ബുക്ക് വായിക്കുന്നതിലൂടെ മനസ്സിലാകുന്നത്. നമസ്കാരം.